ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ജയിലിൽ ഭീകരൻ മരിച്ച നിലയിൽ. ഫരീദാബാദ് ജയിലിലാണ് IS ഭീകരൻ അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ടത്. ഗുജറാത്ത് ATS ആണ് റഹ്മാനെ പിടികൂടിയത്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ജയിലിനകത്താണ് ഇപ്പോൾ ഭീകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? കൊല്ലം ഓഗസ്റ്റിൽ അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ടു എന്ന് ആരോപിച്ചാണ് ഈ അബ്ദുൾ റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഗുജറാത്ത് ATS ഫരീദാബാദ് ATS ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന പാലിയിൽ നിന്നാണ് ഈ അബ്ദുൾ റഹ്മാനെ കസ്റ്റഡിയിലെടുത്തത്. ജമ്മു കാശ്മീരിലെ നീംക ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വെച്ചിട്ടാണ് അരുൺ ചൗധരി എന്ന് പറയുന്ന ഒരാൾ ഈ അബ്ദുൾ റഹ്മാനെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഈ മൃതദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സിവിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാശ്മീരിലേക്ക് കൊണ്ടുപോകും. കാശ്മീർ സ്വദേശിയാണ് ഈ അബ്ദുൾ റഹ്മാൻ. അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അബു സുഫിയാനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് റഹ്മാൻ എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ മറ്റും ഒക്കെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതേസമയം തന്റെ മകനെ കുടുക്കുകയായിരുന്നു എന്നാണ് അബ്ദുൾ റഹ്മാന്റെ അമ്മ പറയുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭീകരനായ അബ്ദുൾ റഹ്മാൻ അറസ്റ്റിലാക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇയാളെ ഗുജറാത്ത് ATS പിടികൂടുന്നത്. നിലവിലിപ്പോൾ ജയിലിൽ വെച്ച് ഭീകരൻ മരിച്ചു എന്നുള്ള വാർത്തയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്.